ജില്ലയുടെ ആദിവാസി ഐക്യവേദി എന്ന സംഘടനയുടെ ജില്ലയുടെ പ്രസിഡന്റ് ശ്രീ വിജിമോൾ പി കെ, ആദിവാസി ഐക്യവേദി സംസ്ഥാന അധ്യക്ഷ ശ്രീമതി ചിത്ര നിലമ്പൂർ, അതുപോലെ വേദിയിലിരിക്കുന്ന നമ്മുടെ സംസ്ഥാന നേതാക്കന്മാർ, സദസ്സിലിരിക്കുന്ന എൻ്റെ പ്രിയ മിത്രങ്ങളെ, സഹോദരങ്ങളെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഈ ദിവസത്തിൻ്റെ പ്രത്യേകത രാജ്യത്തിൻ്റെ ഭരണഘടനാശില്പിയായ ഏറ്റവും ലോകം ബഹുമാനിക്കപ്പെടുന്ന ഡോക്ടർ BR അംബേദ്കറിൻ്റെ 135ാമത്തെ ജന്മദിനം ആഘോഷിക്കുന്ന ഈ സന്ദർഭത്തിൽ ആ മഹാത്മാവിൻ്റെ പാദപീഠത്തിൽ ഞാൻ സാഷ്ടാംഗം നമിക്കുകയാണ്, ഏറ്റവും ബഹുമാനിക്കുകയാണ്. ആദിവാസി ഐക്യവേദി എന്ന സംഘടന രൂപം കൊള്ളുന്നത് 2017 ഈ സംഘടന രൂപം കൊണ്ടതിന് ശേഷം ആദ്യമായിട്ട് ചെയ്തത് പാലക്കാട് ജില്ലയിലെ നെല്ലിയാമ്പതി എന്ന സ്ഥലത്ത്, അവിടെ ഒരു സ്ഥലത്ത് നമ്മുടെ രാജ്യത്തിൻ്റെ നിയമാനുസൃതമായിരിക്കുന്ന വനാവകാശ നിയമാനുസരിച്ചുള്ള ഭൂമി കൊടുക്കുവാനുമുള്ള അതിൻ്റെ മുൻനിര പ്രവർത്തനത്തിൽ നിന്ന് അത് കൊടുക്കുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും ചെയ്തു കൊടുത്തത് ആദിവാസി ഐക്യവേദി എന്ന സംഘടനയാണ്. രണ്ടാമത്, നിലമ്പൂർ ആദിവാസികൾക്ക് ഭൂമി കൊടുക്കുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും സംഘടന കൊടുക്കുവാനിടയായിട്ട് തീർന്നിട്ടുണ്ട്, അവരോടൊപ്പം നിന്നു. വയനാട് ജില്ലയിൽ മരിയനാട് എന്ന സ്ഥലത്തും അത്തരത്തിൽ അതിൻ്റെ നിയമപരമായ പ്രോസസ്സിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് അവർക്ക് ഭൂമി ലഭ്യമാകാനായിട്ട്. അതുമാത്രമല്ല, കേരളത്തിലെ 5 ലക്ഷത്തോളം വരുന്ന ആദിവാസി ഗോത്ര വിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ, അവരുടെ സങ്കടങ്ങൾ, അവരുടെ കണ്ണുനീരുകൾ, അവരുടെ നെഞ്ചിടിപ്പുകൾ, അവരുടെ വേദനകൾ നേരിട്ട് കണ്ട് ആ സങ്കടങ്ങളിൽ കണ്ണുനീരൊപ്പാനും അവരുടെ ഹൃദയത്തിൻ്റെ ഇടിപ്പുകൾ തിരിച്ചറിഞ്ഞ് ആ വിഷയങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം നൽകുവാൻ, അവരുടെ കഷ്ടങ്ങളിൽ, അവരുടെ ഇതര പ്രശ്നങ്ങളിലൊക്കെയും അവരെ സമീപിച്ച് അവരെ സംഘടനയോട് ചേർത്ത് പിടിക്കുകയും ഒപ്പം വ്യക്തിപരമായിട്ടും അല്ലാതെയും സംഘടന അവരെ ചേർത്ത് പിടിച്ച് അവരുടെ വിഷയങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം ഇന്നലെ വരെ ചെയ്തു കൊടുക്കുവാനായിട്ടിടയായിട്ട് തീർന്നിട്ടുണ്ട്. അത് വളരെ അഭിമാനത്തോടെ എനിക്ക് പറയാനായിട്ട് സാധിക്കും. കാരണം ഞാനടക്കം നിന്നുകൊണ്ട് ധാരാളം കാര്യങ്ങൾ ഈ നാടുകളിൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് വളരെ അഭിമാനത്തോടെ പറയുന്നു എന്ന് പറയാനാണ് ഇടയായിട്ട് തീർന്നത്. നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, നമ്മൾ അടുപ്പിൽ വിറക് കത്തിക്കുമ്പോൾ ഒരു കൊള്ളിയാണ് ആ അടുപ്പിലിരിക്കുന്നതെങ്കിൽ ആദ്യം നാളി കത്തും, കുറച്ച് കഴിയുമ്പോൾ അത് കെട്ടുപോകും. അത് ഒന്നിലധികം വിറകുകൾ വെച്ചിട്ടാണ് അത് കത്തിക്കുന്നതെങ്കിൽ ആ അടുപ്പ് ആളിക്കത്തും, അടുപ്പത്തിരിക്കുന്നത് പാകമായി നമുക്ക് ലഭിക്കാനായിട്ടിടയായി തീരും. ഇതാണ് സംഘടനാ പ്രവർത്തനം എന്ന് പറയുന്നത്. ഒറ്റയ്ക്ക് നമുക്കൊന്നും നേടാനായിട്ട് സാധിക്കുകയില്ല. സംഘടിത ശക്തി കൊണ്ട് മാത്രമേ എന്തെങ്കിലും ഒന്ന് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. കേരളത്തിൻ്റെ 14 ജില്ലയിലും ആദിവാസികൾ അനുഭവിക്കുന്ന തീവ്രമായ പ്രശ്നങ്ങൾ ഇവിടുത്തെ നിശ്ചല ദൃശ്യ വാർത്ത മാധ്യമങ്ങൾ പുറത്തു വിടുമ്പോൾ മാത്രമാണ് ഞാനും നിങ്ങളും കാണുന്നത്. എന്നാൽ ഇവിടുത്തെ നിശ്ചല ദൃശ്യ വാർത്താ മാധ്യമങ്ങൾ പുറത്തുവിടാത്ത 100 കണക്കിന് വിഷയങ്ങൾ, പ്രശ്നങ്ങൾ ആദിവാസി കുടികളിലുണ്ട് എന്നുള്ള കാര്യം നാം മനസ്സിലാക്കണം, നമ്മൾ തിരിച്ചറിയണം. ഒരു ആദിവാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു ആദിവാസി എന്താണെന്ന് സ്വയം തിരിച്ചറിയുമ്പോഴാണ് മറ്റുള്ളവൻ്റെ കണ്ണുനീരും വേദനകളും നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെ വരുമ്പോൾ അയൽവക്കത്ത് നിൽക്കുന്ന ആദിവാസി ഒരു പ്രശ്നത്തിൽ
ചെന്ന് പെടുമ്പോൾ ആ വ്യക്തിയെ നമുക്ക് നമ്മോട് ചേർത്ത് പിടിച്ച് ഒരു മിത്രമായിട്ട് കണ്ടവനെ രക്ഷിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിന് വേണ്ടത് സംഘടന ശക്തിയാണ്. വിവിധ കാര്യങ്ങളിലൂടെ പറയാനിടയായിത്തീരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇടുക്കി ജില്ലയുടെ ഒന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് നമുക്കൊരു സഞ്ചാര യോഗ്യമല്ലാത്ത ഒരു അവസ്ഥ, അതിന് പരിഹാരം ഉണ്ടാകണം. പിന്നെ ജില്ലാ ഭരണകൂടത്തിൽ ചെന്ന് ഒരു കാര്യം സാധിക്കാനായിട്ടുള്ള പ്രായോഗികമായ പ്രശ്നം അത് പരിഹരിക്കപ്പെടണം. അതുമാത്രമാണോ നമ്മുടെ പ്രശ്നങ്ങൾ? ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു വാക്കിതാണ്, ഗവൺമെന്റിൽ നിന്നും ഒരു കിലോ പഞ്ചസാരയും 5 കിലോ അരിയും വേവാത്ത കുറച്ച് പരിപ്പും വേവാത്ത കുറച്ച് കടലയും കുറച്ച് മുളക് പൊടിയും കിട്ടി, ആ കിറ്റ് കിട്ടി, അതിൽ തൃപ്തിപ്പെടേണ്ടവരല്ല ഞാനും നിങ്ങളും എന്നുള്ള തിരിച്ചറിവ് ഇനിയെങ്കിലും നിങ്ങൾക്കുണ്ടാകണം. ആ ഒരു കിറ്റിൽ ഒടുങ്ങേണ്ടതല്ല അല്ലെങ്കിൽ അടങ്ങേണ്ടതല്ല എൻ്റെയും നിങ്ങളുടെയും ജീവിതം. കാരണം സമൂഹത്തിൽ മറ്റു മനുഷ്യരെ പോലെ ജീവിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും നാം ഇന്ന് ആഘോഷിക്കുന്ന നമ്മുടെ മഹാത്മാവായ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ ഭരണഘടന ശില്പിയായ ഏറ്റവും ബഹുമാനിക്കുന്ന അംബേദ്കർ നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട്. അത് ചോദിക്കാനുള്ള അവകാശവുമുണ്ട്. വിശപ്പും ദാഹവും വികാരവും വിചാരമുള്ള മനുഷ്യനാണ് ആദിവാസികൾ, മറ്റു മനുഷ്യരെ പോലെ ആദിവാസികൾ. എന്തുകൊണ്ട് നമുക്ക് മറ്റ് സമൂഹത്തിലെ പോലെ മറ്റു മനുഷ്യരെ പോലെ ജീവിച്ചുകൂടാ? നമ്മൾ എന്തിന് അകന്ന് പോകണം? സമൂഹത്തിൽ നിന്നും അകന്നു പോകേണ്ട വ്യക്തികളല്ല ഞാനും നിങ്ങളും. സമൂഹത്തിൽ ഒന്നുകൂടി സ്റ്റെപ്പായിട്ട് മുന്നോട്ട് ചെന്ന് നമ്മളൊക്കെ മറ്റുള്ള മനുഷ്യരെ പോലെ മറ്റുള്ളവരുടെ മുന്നിൽ നട്ടല് നിവർത്തി നിന്ന് സംസാരിക്കുവാനും ചോദിക്കുവാനുള്ള ആർജവം ഞാനും നിങ്ങളും ഉണ്ടാക്കിയെടുക്കണം. അതിനൊറ്റയ്ക്ക് സാധിക്കില്ല. അതിന് വേണ്ടതെന്താ? സംഘടനയുടെ പ്രാഥമികമായിട്ടുള്ള ശക്തിയാണ്. നാം എല്ലാവരും ഒരുമിച്ച് നിന്ന് അത്തരത്തിൽ ഇടുക്കി ജില്ലയുടെ പ്രശ്നങ്ങൾ ഒന്നൊന്നായിട്ട് പരിഹരിക്കണമെങ്കിൽ ഈ സംഘടന വളരെ ആർജവത്തോടെ വളരെ ശക്തിയോടെ മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. അതിന് വേണ്ടത് ഇവിടെയുള്ള ജില്ലാ കമ്മിറ്റി അടക്കമുള്ള പ്രിയപ്പെട്ടവർ അഹോരാത്രം പണിയെടുത്താൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ഇടുക്കി ജില്ലയിൽ ഒരു പരിവർത്തനം വരുത്തുവാനായിട്ട് സാധിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ആഗസ്റ്റ് 9 എന്ന് പറയുന്നത് ലോക ആദിവാസി ദിനമാണ്. ലോക ആദിവാസി ദിനമാണ്. അത് ഈ വർഷം നമുക്ക് ഈ അടിമാലിയിൽ നടത്താൻ സാധിച്ചാൽ ലോകത്തിന്റെ ഉച്ചകോടിയിൽ ഇടുക്കി ജില്ല അറിയപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വെറുതെ ഒരു ആഘോഷമല്ല. ഈ ഇടുക്കി ജില്ലയുടെ എല്ലാ കോളനിയും എൻ്റെ അറിവനുസരിച്ച് ഏകദേശം ഒരു 75,000-85,000 ആളുകൾ ഈ കഴിഞ്ഞ വർഷത്തെ കണക്കാണെന്ന് എനിക്ക് തോന്നുന്നു. 75,000-ലധികത്തോളം വരുന്ന ആദിവാസികൾ ഇടുക്കി ജില്ലയിലുണ്ട്. ഏറ്റവും കുറവ് ഞങ്ങൾ എറണാകുളം ജില്ലയിലാണ്. അപ്പൊ ഇവരെല്ലാം കൂടെ സംഘടിപ്പിച്ചിട്ട് അടിമാലിയുടെ ഹൃദയഭാഗത്ത് നിന്ന് ഒരു ആദിവാസി ദിനം നടത്തിയാൽ ലോകത്തിന്റെ നുറുകയിൽ ഇടുക്കി ജില്ല അറിയപ്പെടും എന്നുള്ള കാര്യം യാതൊരു സംശയവുമില്ല. അതിനുവേണ്ടി നമുക്ക് ഒറ്റക്കെട്ടായിട്ട് ഒരു മനസ്സോടെ മുന്നോട്ട് പോയി ഒരു മനസ്സോടെ നമുക്ക് പ്രവർത്തിച്ച് വളരെ ശക്തിയോടെ ഈ ആദിവാസി ദിനം നമുക്ക് നടത്താനായിട്ട് കഴിയണം. അതിന് എൻ്റെ ഭാഗത്തു നിന്നും പരമാവധി എൻ്റെ എല്ലാ ഓജസ്സും ഇടുക്കി ജില്ലയുടെ കമ്മിറ്റിക്ക് വേണ്ടി ഇന്ന് മുതൽ നീക്കിവെക്കുകയാണ് ആദിവാസി ദിനത്തിന് വേണ്ടി. ഇത് വെറുതെ പറയുന്നതല്ല. ആഗസ്റ്റ് 9 എന്നുള്ളൊരു ദിവസം ദൈവം നമ്പുരാൻ എനിക്ക് ആരോഗ്യവും ആയുസ്സും തന്നാൽ തീർച്ചയായിട്ടും ഈ ആദിവാസി ദിനം ആഗസ്റ്റ് 9 ലോകത്തിന്റെ നുറുകതയിൽ ഇടുക്കി ജില്ലയെ നമുക്ക് പരിചയപ്പെടുത്തി ഒരു മുഖമുദ്രയായിട്ട് അത് പരിചയപ്പെടുത്തി കാണിച്ചു കൊടുക്കണം. എന്താണ് ആദിവാസി, എന്താണ് ആദിവാസി എന്നുള്ളത് നമുക്ക് ലോകത്തിന്റെ മുന്നിൽ കാണിച്ചു കൊടുക്കണം. ഇവിടുത്തെ എല്ലാ നിശ്ചല ദൃശ്യ മാധ്യമങ്ങളും ഇത് എല്ലാ നിലയിലും ലൈവായിട്ട് പോകണം. എങ്കിൽ മാത്രമേ ആദിവാസി ഗോത്രങ്ങൾ എന്താണെന്നുള്ളത് ലോകം തിരിച്ചറിയുള്ളൂ. ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഒരു ചെറിയ അസുഖം ഉണ്ടായി ഉടനെ തന്നെ അത് സോഷ്യൽ മീഡിയയിൽ ഇട്ടു, ആദിവാസി ഗോത്രത്തിന്റെ പ്രശ്നമാണ്. അതല്ല വേണ്ടത്. ആദിവാസികൾ അനുഭവിക്കുന്ന തീവ്രമായ പ്രശ്നങ്ങളെ ലോകത്തിന്റെ നുറുകയിലെത്തിക്കണം. നമുക്ക് ആദിവാസി ദിനത്തിന്റെ അന്ന് അത് സാധിച്ചാൽ നമ്മൾ വിജയിച്ചു.
ഈ കാര്യം നമുക്ക് വളരെ ശക്തമായിട്ട് ഒരു നല്ല തീരുമാനമെടുത്ത് 9-ാം തീയതിയിലെ പരിപാടി വിജയിപ്പിക്കണം. മാത്രമല്ല നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ യോഗത്തിന്റെ എല്ലാവിധ വിജയ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ജയ് ഹിന്ദ്.